ഞാൻ നെജിത്ത സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞതില്ല, അത് കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ ഷർട്ട് പോലത്തെ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. റൂമൊക്കെ ആകെ കലബിലായിട്ട് കിടക്കാനുണ്ട്, കാരണം രാവിലെ നേരത്തെ എണീറ്റ് ഒരുങ്ങിയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോഴേ 10 മണിയാകുമ്പോഴത്തേന് നമ്മൾ മണ്ണാർക്കാട് എത്തണം എന്നാണ് പറഞ്ഞത്. മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണ് കേട്ടോ, ഡാസിൽ അക്കാദമിയാണ്. അവിടെ ഫാഷൻ ഡിസൈനിങ്, TTC, മോണ്ടിസോറി, പ്രീ പ്രൈമറി ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇന്ന് അവരുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ്. അപ്പോൾ അതിന് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ. എൻ്റെ ഷബ്നയുണ്ട്, ഞങ്ങളുടെ നാരങ്ങമിഠായി ഗ്യാങ്ങിലുള്ള ആളാണ് ഷബ്നാൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവിടെ ഡാസിൽ അക്കാദമിയിലൊരു ടീച്ചറാണ് കേട്ടോ, റജീന. അവളാണ് എന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ഭയങ്കര സന്തോഷമായി എന്തായാലും ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചതിന്. വേറെ അവിടെയുള്ള സ്റ്റുഡൻസും ഒക്കെ എങ്ങനെയാവും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ മുന്നേ ഞാനിട്ട് ഇന്നത്തെ ഈ ഡ്രസ്സ്, അതുപോലെ ഈ ഒരു ചോക്കറി, ഇതൊക്കെ ഇന്നലെ വാങ്ങാൻ പോയ വിശേഷങ്ങളൊക്കെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. അപ്പത്തേനും ഞങ്ങൾ അവിടെ മണ്ണാർക്കാട് എത്തും. അപ്പോൾ ബാക്കി അവിടുത്തെ വിശേഷങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, അപ്പോൾ വേഗം ഒന്നുകൂടി റെഡി ആയിട്ട് ഉണ്ണിമോനൊക്കെ സെറ്റാക്കിയിട്ട് പോട്ടെ. വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് നമ്മളെ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. കാറ്റ് വീണ്ടും കാറ്റ് ഞാനും വാപ്പയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ്, വേറെ എവിടെയല്ല. നമ്മളെ കൊപ്പം കരിങ്ങനാടുള്ള കിയാര കൗച്ചറിലാണ് കേട്ടോ. ഞാൻ മുന്നേ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തൊരു ഡിസൈനർ ഷോപ്പാണ് കേട്ടോ കിയാര. അപ്പോൾ ഞാൻ നമ്മളുടെ മണ്ണാർക്കാടത്തെ പ്രോഗ്രാമിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ അവിടെയാണ് പോയത്. അവിടുത്തെ ഒരുപാട് ഡിസൈൻസ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്. പിന്നെ എനിക്ക് തന്നെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അവരുടെ ആ മെറൂൺ ഡ്രസ്സ്. ഞാൻ ഇപ്പോഴും ഇടാറുണ്ട് ആ ഒരു ചുരിദാറൊക്കെ. അവരുടെ ഹാൻഡ് വർക്ക് നല്ല സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ച ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇവിടെ വലിയ ആൾക്കാർക്ക് മാത്രമല്ല, കുട്ടികളുടെയൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് റെഡിമെയ്ഡ്സ് ഉണ്ടായിരുന്നു, നല്ല നല്ല പാൻറ്റുകൾ, ഷോളുകൾ, വേറെ 3 പീസ് ആയിട്ടുള്ള ചുരിദാർ സെറ്റുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഇട്ട് നോക്കിയത്. അപ്പം തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു വർക്ക് നല്ല സ്റ്റാൻഡേർഡ് വർക്കായിട്ട് തോന്നി. ആ ഒരു പീക്കോക്ക് ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്നറിയാത്തൊരു കളർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഇതുപോലെ അവർ വർക്ക് ചെയ്ത് വെച്ച ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റിച്ച് ചെയ്തതും. പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ നമ്മളുടെ എന്താ പറയുക ബിറ്റുകളുണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരികയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് അവിടെ ഇങ്ങനൊരു മെഷീൻ ഉണ്ട് കേട്ടോ. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇങ്ങനൊരു മെഷീൻ. ഇതൊരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീനാണ് കേട്ടോ. അതായത് എംബ്രോയിഡറി ഒക്കെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കണ്ടേ. ഇതങ്ങനെയല്ല, ഒരു ഡിസൈൻ നമ്മൾ അതിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ അങ്ങനെ അത് പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് തരും ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനത്തെ ഒരു മെഷീൻ. അതായത് നമുക്കൊരു ഡ്രസ്സ് കംപ്ലീറ്റ് ഒരു പാറ്റേൺ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ചെയ്യുന്നതനുസരിച്ച് ചെയ്തു. ഇതിപ്പോൾ എൻ്റെ പേരാണ് കേട്ടോ ഇവിടെ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടായി ഒരു മെഷീൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കൊക്കെ കുറേ നേരം നോക്കിയിരുന്നു, ഭയങ്കര രസമായി. അപ്പോൾ നമുക്കൊരു ഡ്രസ്സിൽ നിറയെ ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ കണ്ടോ, ഇതുപോലത്തെ ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ ആക്കി തരാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ തന്നെ കിയാരയുടെ ബ്രൈഡൽ റെന്റൽ സ്റ്റോറും ഉണ്ട് കേട്ടോ. അതായത് റെന്റിന് കൊടുക്കുന്ന ബ്രൈഡൽസിന്റെ നല്ല അടിപൊളി ഡ്രസ്സുകൾ, കല്യാണത്തിന് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഫംഗ്ഷന് വേണമെങ്കിലും, ഇപ്പോൾ ഈ മെഹന്തി, അതുപോലെ ഹൽദി, അറബിക് നൈറ്റ്, ഇങ്ങനെ ഒരുപാട് ഡേകളാണല്ലോ, അതിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷനുള്ള ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ. അതിൽക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഓർണമെന്റ്സും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ ഡ്രസ്സിലേക്കും എന്തായാലും ഒരു ഓർണമെന്റ് സെറ്റ് ആവും. അപ്പോൾ എന്തായാലും ബ്രൈഡ്സിനൊക്കെ നല്ല അടിപൊളിയാവാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ കിയാരയിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ നമ്പറും ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പീക്കോക്ക് ഗൗണൊക്കെ മേടിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നു. ഇനി നമുക്ക് ഇവിടെ അടുത്തന്നെ നെജിത്താൻ്റെ വീട് ഇവിടെയാണ്, പാലൂരാണ്. അപ്പം അവിടെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ അന്ന് നമ്മൾ കൊടുത്തില്ലേ, അത് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും നിജിത്തൻ്റെ വീട്ടിൽ പോയി ഞാൻ അതൊക്കെ വാങ്ങിച്ചു. ഇത്താക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും അപ്പം തന്നെ പോന്നു. എനിക്കും തിരക്കുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പിന്നെ നമ്മുടെ ഹെന്ന ഫാൻസിയിൽ പോയി പട്ടാമ്പി. എനിക്ക് കമ്മലൊക്കെ വേണമെങ്കിൽ ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുവിധം എല്ലാ കളക്ഷനും ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കമ്മലൊക്കെ കിട്ടി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ആ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മഗ്‌രിബ് ആവാറായിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മളുടെ പട്ടാമ്പി കമാൻഡിൻ്റെ അവിടെ ഇതുപോലെ റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ഡ്രൈ ക്ലീനിങ്ങിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, നല്ല സുഖമാണ്. നമ്മുടെ ബ്ലാങ്കറ്റും കംഫർട്ടും നമ്മൾ ഈ പാർട്ടി വെയറൊക്കെ നമുക്ക് തിരുമ്പാൻ ബുദ്ധിമുട്ടല്ലേ, അതൊക്കെ ഇവർ ഡ്രൈ ക്ലീൻ ചെയ്തു തരും. അപ്പോൾ ഓൺലൈൻ സർവീസ് ഉണ്ട് കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ നമ്പർ കിട്ടും. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതൊന്ന് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തന്നെ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. മഴയായിരുന്നു, ഒന്നും വാങ്ങിച്ചിട്ടില്ല, വെറുതെ അതിനെ ആഗ്രഹിച്ച് നിൽക്കണ്ട. ബാക്കിൽ ഇഷ്ടംപോലെ കവർ ഉണ്ട്, അതൊക്കെ എടുത്താൽ എന്റെ കവറുകളുണ്ട് ബാക്കിൽ. അമ്മമ്മന്റെ കവറുകളൊക്കെ എടുത്തു ജിബി, ഓരോന്നോരോന്നെടുത്താ. അത് അമ്മന്റെ ഡ്രസ്സ്, കേക്കിന്റെ എന്റെ ഡ്രസ്സിലുണ്ടോ? അത് എന്റെ ഡ്രസ്സിലുണ്ടോ? എവിടുന്ന് കൈ സ്മെല്ല് നോക്കിണ്ടേ? ആ ഇന്റെ എന്റെ ട്രൈപ്പോഡ് കള്ളന്മാരെ. നീ തിൻപോയി അല്ലേ, നിനക്ക് തിന്നെടുത്താ പോരെ? അപ്പോൾ ഉണ്ണിമോൻ എന്തായാലും രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോൻ ആരാന്ന് എപ്പോഴും കമന്റ് ഉണ്ടാവും. ഇത് എൻ്റെ നേരെ മേലെ ഉള്ള താത്താൻ്റെ ജാസ്മിക്കുട്ടിയുടെ മോനാണ് കേട്ടോ, ജേസൽ എന്നാണ് അവൻ്റെ പേര്. ഉണ്ണിമോൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അവർ രാത്രി വന്നിട്ട് ഇവിടെയാണ് കിടന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് തന്നെ റെഡിയായി. ഞാനും ഉണ്ണിമോനും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ഡാസിൽ അക്കാദമിയിലെത്തി. എല്ലാവരും പരിചയപ്പെട്ടു കേട്ടോ. ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സാണ്, സുമയ്യ മാമും അതുപോലെ ഉമൈബ മാമും ആണ് കേട്ടോ. പിന്നെ ഒരു പറ്റം ലേഡീസ് ആയിരുന്നു, കാരണം അവിടെ എല്ലാ കോഴ്സും ലേഡീസ് ഓറിയൻറ്റഡ് കോഴ്സുകളാണ്. TTC, പ്രീ പ്രൈമറി, മോണ്ടിസോറി, ഫാഷൻ ഡിസൈനിങ്, അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സും കംപ്ലീറ്റ് ലേഡീസാണ്. അപ്പം മൊത്തത്തിലൊരു ലേഡീസ് മയായിരുന്നു കേട്ടോ പ്രോഗ്രാമിന്. അപ്പോൾ ഇവിടെ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് കേട്ടോ ഇന്ന് നടക്കാൻ പോണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നു. ഇനോഗ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ പ്രീത മാം ആണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതുപോലെ പ്രസീത മാം ഉണ്ടായിരുന്നു, അമ്പിളി മാം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഇൻസ്പയറിംഗ് ലേഡിയാണ് കേട്ടോ. അവരൊരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. മാത്രമല്ല അവർ നാഷണൽ ലെവലിലൊക്കെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഗോൾഡ് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടിയ, ഇനിയിപ്പോൾ വലിയ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ആ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നബീന ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Okay, well, thank you. ഇവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ. എല്ലാവരും ഹായ് പറഞ്ഞോ. ഇനിയും കുറേ പേരുണ്ടല്ലേ. നിങ്ങൾ ഈ ഇയർ ആണോ, ഫസ്റ്റ് ഇയർ ആണോ? ഒരു ഇയർ അല്ലേ ഉള്ളൂ കോഴ്സ്. പിന്നെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ മൊമെൻറ്റും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന ടൈമായിരുന്നു. നമ്മളുടെ പ്രീത മാമും അമ്പിളി മാമും അതുപോലെ പ്രസീത മാമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ നമ്മളാണ് എല്ലാ സ്റ്റുഡൻസിനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നല്ല ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ. ഉണ്ണിക്കുട്ടൻ എത്ര വിളിച്ചിട്ടും വന്നില്ല, ഫുൾ ലേഡീസ് ആയപ്പോൾ അവന് ഭയങ്കര മടി. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡൻസിൻ്റെ ഫാഷൻ ഷോയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. മുഴുവനൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേനും തിരിച്ചു പോരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കൂടെ അവരൊക്കെ ചിലരൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡാസിൽ അക്കാദമി ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ജസ്റ്റ് അവരുടെ ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇവിടെ എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രീ പ്രൈമറി TTC ഉണ്ട്, മോണ്ടിസോറി TTC ഉണ്ട്, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, 1 വർഷത്തെ കോഴ്സാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, 2 വർഷത്തെ കോഴ്സാണ്. അതുപോലെ നഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഉണ്ട്, 2 വർഷത്തെ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്, 1 വർഷത്തെ. ആൻഡ് ഷോർട്ട് ടേം കോഴ്സസ് വേറെ ഉണ്ട് കേട്ടോ. ടൈലറിങ്, ഡ്രസ് ഡിസൈനിങ്, ആരി വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി, ഇങ്ങനത്തെ കുറെ ഷോർട്ട് ടൈം കോഴ്സസും ഉണ്ട് കേട്ടോ. പിന്നെ ഓഫ്ലൈനായിട്ട് മാത്രമല്ല ഓൺലൈനായിട്ട് ഒരു ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്പർ തരാം, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് ക്ലാസ് റൂം ആണ് അല്ലേ.
ഇവിടെ അതിനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഒരു മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയും ഇതൊക്കെ എന്തിനായിരിക്കും ഇപ്പം എന്താ പഠിപ്പിക്കാം? അത് പോറിംഗ് പഠിപ്പിക്കുന്നത്. ശരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ പോയാൽ നമുക്ക് കാണാലോ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടാവും അവിടെ. ഇതിൽ അവരെ കുട്ടികളെ പരിശീലിപ്പിക്കുമല്ലോ. അപ്പൊ അത് ഇവിടെ നിന്നാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ അതിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മള് മോണ്ടിസോറി ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടാവും ഇതുപോലെ കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. കുട്ടികളെ എങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ, ഐറ്റംസ് ഒക്കെ ഉണ്ട്. കാരണം ഒരു ചൈൽഡ് സൈസിലാണ് ഇവര് നമ്മളങ്ങനെയുള്ള ഒരു ഐ കോണ്ടാക്ട് പോകേണ്ടത് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ ഫ്രണ്ടിൽ രണ്ട് കുട്ടികൾ ഇരിക്കുന്നത് ഇമാജിൻ ചെയ്തിട്ടാണ് അല്ലേ. അങ്ങനെയല്ലേ. അപ്പം ഇമാജിൻ ചെയ്തിട്ടാണ് ടീച്ചേഴ്സിനെ ഇവർ ട്രെയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള കുഞ്ഞ് രണ്ട് കസേരകളൊക്കെ. മോണ്ടിസോറി കോഴ്സ് 1 വർഷത്തെ കോഴ്സാണ് അല്ലേ ടീച്ചർ? ഈ ഒരു വർഷത്തെ കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലോ പുറത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. BSSന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പഠിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ ജോലിയൊക്കെ ആയി പോയിട്ടുണ്ട്. 10 വർഷത്തോളമായോ സ്ഥാപനം തുടങ്ങിയിട്ട്? 10 വർഷത്തോളമുള്ള സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വന്ന് പഠിക്കാൻ പറ്റുന്ന ഇവിടുത്തെ അന്തരീക്ഷം ആണെങ്കിലും ഒക്കെ ഫുൾ ലേഡീസാണ് ഇവിടെ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ഒക്കെ വന്ന് കംഫർട്ടായിട്ട് പഠിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഡാസിൽ അക്കാദമിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് TTC, പ്രീ പ്രൈമറി, മോണ്ടിസോറി, ഫാഷൻ ഡിസൈനിങ്, സ്റ്റിച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിനൊക്കെ വലിയൊരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സെറ്റപ്പ് ഉണ്ട്. പ്രാക്ടിക്കൽ ലാബുകൾ ഉണ്ട് ഇവർക്ക്. അപ്പോൾ എല്ലാ തരത്തിലും ആധുനിക രീതിയിലുള്ള എല്ലാ പഠന സംവിധാനങ്ങളും ഇവരുടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡാസിൽ അക്കാദമിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് +2 കഴിഞ്ഞവർക്കും ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞവർക്കും അല്ലേ, എന്തെങ്കിലും ഇതുപോലെ ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്നോ അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ആവണമെന്നോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും നമ്മൾ ഡാസിൽ അക്കാദമിയുടെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. മൊമെന്റ് വെച്ച് മറന്നായിരുന്നു അത് കൊടുന്നു. താങ്ക് യു കേട്ടോ. പരിപാടി നടക്കട്ടെ. ഓക്കെ, കോൺടാക്ട് ചെയ്യാം. ശരി, ഓക്കെ. ആ അപ്പോൾ ഉണ്ണിമ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോണ വഴി നമ്മളെ ചെറുപ്പശ്ശേരിയിലത്തെ ജ്യൂസി അവിടെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്. ഈ ഒരു ലോഡഡ് ഫ്രൈസിൽ ചിക്കനുകൾ ഐറ്റംസ് ഉണ്ട്. ചെറുപ്പശ്ശേരിക്കാർക്കൊക്കെ മസ്റ്റ് ട്രൈ ആണത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോന്നു. ഒരു ഏകദേശം 1 നേരമായി വീട്ടിലെത്തിയപ്പോഴത്തേനും കേട്ടോ. മുഴുവൻ തുറക്കേ കളർ പിസ എത്ര. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇമ്മ നല്ല ബെഡ് ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നോക്കി ഒന്നും കൂടി വീഡിയോ എടുക്കട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ കാണാത്ത കൂട്ടർക്ക് ഒന്നിനെ കാണിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്താൽ. കാരണം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ബെഡ് വാക്യൂം ക്ലീനർ. അഗാരോയുടെ ബെഡ് വാക്യൂം ക്ലീനറാണ്. ഇതൊരു നമ്മൾ കംപ്ലീറ്റ് ബെഡിലും സോഫയിലും കംഫർട്ടിലും ബ്ലാങ്കറ്റിലും നമ്മുടെ തലയിലൊക്കെ ഉള്ള എല്ലാ പൊടിയും വലിച്ചെടുക്കും. പൊടി മാത്രമല്ല, 99% ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ എടുക്കും കേട്ടോ. കാരണം ഇതിൽ UV ലൈറ്റ് സ്റ്റെബിലൈസിങ് ഉണ്ട്. അതിലിത് നമ്മുടെ കീടാണുക്കളെ കൂടി നശിപ്പിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് പ്രവർത്തിപ്പിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഇതിൻ്റെ ഈ ഒരു കേബിളിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ബെഡിൻ്റെ എല്ലാ ഭാഗത്തും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഒരു 400 വാട്ട്സുള്ള പവറുള്ള മോട്ടറും ഉണ്ട്. അതുപോലെ 12 kPa സക്ഷൻ പവറും ഉണ്ട്. ഒരുവിധം എല്ലാ പൊടികളും അത് വലിച്ചെടുക്കുന്നു. അതിൻ്റെ ഒരു ടാങ്ക് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതിനുള്ളിൽ എത്രമാത്രം പൊടി ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന്, പ്രത്യേകിച്ച് ഈ മൺസൂൺ സീസണിൽ. അപ്പോൾ വാങ്ങിക്കാത്തവരൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു, കുളിച്ചൊക്കെ ഫ്രഷായി. നല്ല ദിവസമായിരുന്നു കേട്ടോ. ഒന്ന് പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്ത് കുറേ പേരെ പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു ഒരു ദിവസം. ഹാപ്പി. ഞാൻ നെജിത്ത സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അത് കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലത്തെ ഷർട്ട് ടൈപ്പ് ടോപ്പാണ്. എന്താ ഈ ഫോട്ടോ കാണുന്നത് ഇതുപോലത്തെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 3 മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയാം. ജോർജറ്റ് ഷിഫോണൊന്നും അല്ല, ഇച്ചിരി കട്ടിയുള്ള ഈ കോട്ടൊക്കെ അടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതും സെയിം ഇതുപോലെ തന്നെ അടിച്ചിട്ടുള്ള. അതുപോലെ വേറൊന്നുകൂടി ഉണ്ട്.
ഇത് ഏകദേശം തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നല്ലൊരു മെറ്റീരിയലാണ്. ഇതും അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര കംഫർട്ടുള്ള ഡ്രസ്സാണ്. അതായത് പെട്ടെന്ന് മുമ്പൊരു ഞാൻ പറയുക അബായ ഇടുന്ന പോലെയൊക്കെ ഫുള്ള് ഇട്ടാൽ നമുക്ക് സുഖമായിട്ട് നല്ല ലൂസിൽ ഇങ്ങനത്തെ കട്ടിങ് ആണ് ഇതിന്. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നുകൂടി ഉണ്ട്. ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനെ ഷർട്ട് പോലത്തെ ഫുള്ളുള്ള ഇങ്ങനത്തെ ടോപ്പ്, ഒരു കോട്ട് പോലത്തെ. ഇവിടെ ഇതാ ഇങ്ങനെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ആ ഗ്രീൻ പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറച്ച് കയറിയിട്ടും അതുപോലെ ബാക്കിലേക്ക് ഇതുപോലെ കുറച്ച് ഇറക്കത്തിലുമാണ് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ രജിത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ പോക്കറ്റൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 2 ഗൗണുകളാണ് കേട്ടോ. അത് കുറച്ച് അങ്ങനെ ഷിഫോണിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് കാണിച്ചിട്ട് പ്രിന്റഡ് മെറ്റീരിയൽ അതിൻ്റെ 2 ഗൗണുകളാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഇതാണ് ആ 3 ഷർട്ടിൻ്റെ പോലത്തെ ടോപ്പുകളുള്ളത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഡാസിൽ അക്കാദമിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയി പഠിച്ച് വന്ന് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ നേടാൻ പറ്റിയ അവസരമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.